ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പെരുന്നാളും നോമ്പൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് വിഷുവാണ് കേട്ടോ. അപ്പോൾ വിഷുവൊക്കെ ഞങ്ങൾ ഞാൻ ആഘോഷിച്ചു തുടങ്ങിയത് ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ. തൃശ്ശൂർ വന്നിട്ട് എൻ്റെ കുടിയിലൊന്നും അവിടെ വിഷു ഓണം അങ്ങനത്തെ ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ പെരുന്നാൾ നോമ്പ് നബിദിനൊക്കെയാണ് കേട്ടോ അവിടെ വലിയ പരിപാടി കേട്ടോ. പെരുന്നാളും അതെ, എനിക്ക് പെരുന്നാളിലൊക്കെ എൻ്റെ വീട്ടിലാണ് ഇഷ്ടം കേട്ടോ. എനിക്ക് ഇവിടെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത മുസ്ലിംസൊന്നുമില്ല. അവിടെ ഇപ്പോൾ തൊട്ടടുത്ത് എല്ലായിടത്തും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് എനിക്ക് പെരുന്നാളൊക്കെ ആഘോഷിക്കാനായിട്ട് ഇഷ്ടം കേട്ടോ. പിന്നെ എന്താ പറയുക, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരെന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ പാൽച്ചായയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ ചോറൊന്ന് തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചോറിന് വെള്ളം വെക്കാനായിട്ട്. അപ്പോൾ അരിയൊക്കെ കഴുകി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ ചായ കൂടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവരോട് തീ കത്തണം നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു കസാരയിട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ക്യാമറയിൽ നമ്മൾ നോക്കുമ്പോൾ അവരടുത്തിരിക്കണ പോലെ തോന്നുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും നല്ല കളിയിലാണ് കേട്ടോ അവിടെ. അപ്പോഴേക്കും ഞാനിവിടെ നൂലപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവൊക്കെ ഞാൻ വാട്ടിയിട്ടാണ് എടുത്തത് കേട്ടോ. പിന്നെ നമുക്ക് സേവനാഴിയിലൊക്കെ നമ്മളിങ്ങനെ പീച്ചെടുക്കുമ്പോൾ ഭയങ്കര പാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്ന കുറച്ച് വെളിച്ചെണ്ണാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ നമ്മൾ പിഴിയണതിന് മുമ്പായിട്ട് എണ്ണ ഒന്ന് തടവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മളത് ആവി വേറ്റിയതിന് ശേഷം അത് ചൂടാറാനൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ തട്ടിൽ നിന്ന് വിട്ട് കിട്ടില്ല. ഇതാകുമ്പോൾ നമുക്ക് എണ്ണ തടവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂടോടെ തന്നെ നമുക്ക് തട്ടി കൊടുത്ത് നമുക്ക് വേഗം അടുത്തത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അല്ലെങ്കിൽ പിന്നെ അത് ചൂടാറുക. അപ്പോൾ അത്രയും നേരം വെള്ളമൊക്കെ ഒന്ന് ചൂടാറും. പിന്നെ ഒന്നും കൂടി വെള്ളം ചൂടാകാനൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇവിടെ പാത്തൂസും ചൂടാപ്പി നല്ല കളിയിലാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കുറേ പാത്രങ്ങൾ മണ്ണൊക്കെ നിരത്തി വെച്ചിട്ട് ഒക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ നൂലപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈയോടെ തന്നെ വേഗത ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ കേട്ടോ. പിന്നെ പാത്രത്തിലാണെങ്കിൽ അധികം ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം ചെയ്യാത്തവരുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ വേറെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പാത്രത്തിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ ഞാനിതേപോലെ ഇന്ദുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. പിന്നെ ഇത് നമുക്ക് വിത്തറിന് കിട്ടിയ അരിയാണ് കേട്ടോ. പള്ളിയിൽ നിന്നും പിന്നെ ഇക്കാടെ സുഹൃത്തുക്കളും അങ്ങനെ കുറേ പേര് കൊണ്ടു തന്നിട്ടുള്ള അരിയാണ് കേട്ടോ. ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ തന്നിട്ടുള്ളതാണ്. പിന്നെ മോനിവിടെ സൈക്കിൾ നന്നാക്കാൻ പോകും കേട്ടോ. അപ്പോൾ അവിടുത്തെ ദുൽഖറിനോടൊന്ന് വരാൻ പറയുന്നു പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ആളൊരു 5 കിലോ അരി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒതുക്കി വെച്ച് പുറത്തേക്കൊന്ന് ഇറങ്ങിയ സമയത്താണ് പിന്നെ കുറച്ച് അരിയും കൂടി കിട്ടിയത് കേട്ടോ. അല്ല ഇക്കാടെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് റേഷൻ അരിയൊക്കെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരാറ് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് റേഷൻ അരിയും പച്ചരിയും പിന്നെ ഒരു പാക്കറ്റ് ആട്ടപ്പൊടിയും കുറച്ച് നാളികേരം കൂടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനൊന്ന് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചരിയൊക്കെ ഞാനിവിടെ കാശ് കൊടുത്ത് മേടിക്കുമായിരുന്നു കേട്ടോ. കൊണ്ടു തരാത്ത കാരണം കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ആൾക്ക് പറഞ്ഞത് ആ കാരണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ റേഷൻ അരിക്കോ പച്ചരിക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അതിൻ്റെ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞു. പിന്നെ ചോറ് വേണമെങ്കിൽ വെറും ചോറ് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കത് വേണ്ട, ഇപ്പോൾ ബിരിയാണി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കനും ചോറൊന്ന് ചൂടാക്കി ഇപ്പോൾ കൈയോടെ തന്നെ ചൂടാക്കാൻ കേട്ടോ. ചൂടാക്കിയിട്ട് കൈയോടെ തന്നെ കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മളെ ചൂടാറാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ കേടായുള്ളൂ എന്നുള്ളൊരിത്. അപ്പോൾ അങ്ങനെ തന്നെ പാത്തൂസിനും ചൂടാപ്പിക്ക് ഞാൻ ചോറ് വാരി കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഒക്കെ വലുതെടുത്തതാണ്, പക്ഷെ ഒന്നും നമ്മളെ സേവ് ചെയ്യാനായിട്ടൊന്നും പറ്റണില്ല കേട്ടോ. സ്റ്റോറേജ് എങ്ങനെ ഇതാക്കിയിട്ടും ദിവസം കൂടുന്തോറും സ്പേസ് കുറഞ്ഞ് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ അസ്സലാമു അലൈക്കും.